ത്തിന്റെയും സാന്നിധ്യത്തിലും പ്രതിഷേധം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കോഴിയുടെയും അതുപോലെ തൊട്ടിലിന്റെയും ഒക്കെ ചിത്രങ്ങൾ പ്ലക്കാർഡുകളാക്കി ഉയർത്തി കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവും ആരായിരുന്നു അനുമോദ്? ആ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ആരായിരുന്നു? ഇതിപ്പോൾ ഇങ്ങനെ അത്രയും ഗൗരവതരമായ വിഷയമാണ്. ആർക്ക് വേണമെങ്കിലും ഒന്ന് പ്രതിഷേധിക്കാൻ തോന്നുന്ന സാഹചര്യമാണ്. CPM പ്രവർത്തകർ തന്നെയാണോ, അതോ CPM DYFI പ്രവർത്തകർ തന്നെയാണോ, അതോ പൊതുവെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധമാണോ കാണുന്നത്? അവർ അവിടെ തമ്പടിച്ചിരിക്കുകയായിരുന്നോ? രാഹുൽ വരും വരില്ല എന്ന തരത്തിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോ ഇത് പ്രതീക്ഷിച്ച് കണക്ക് കൂട്ടി രാഹുൽ എത്തിയാൽ ഈ രീതിയിൽ പ്രതിഷേധിക്കണമെന്ന് കണക്ക് കൂട്ടി അവർ അവിടെ തമ്പടിച്ചിരുന്നു. തീർച്ചയായും പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ബൂത്തുകൾ ഉണ്ടായിരുന്നു. ആ ബൂത്തുകളിലുള്ള പ്രവർത്തകരാണ് രാഹുലിനെതിരെ പ്രതിഷേധവുമായി എത്തിയത്. സ്വാഭാവികമായിട്ടും രാഹുലിന്റെ ബൂത്ത് ഇവിടെ ആയതുകൊണ്ട് രാഹുൽ ഇവിടേക്ക് എത്തും എന്നുള്ള കണക്കൂട്ടൽ തന്നെയായിരുന്നു പാർട്ടികൾക്കാർക്ക് ഉണ്ടായിരുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരാണ് പ്രതിഷേധിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ ഇടതുപക്ഷത്തിന്റെ കൊടിയോ മറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ ഇടതുപക്ഷ പ്രവർത്തകരാണ് എന്നാണ് നമുക്ക് അവിടുന്ന് അറിയാൻ. മുതൽ മാധ്യമങ്ങൾ രാഹുലിന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നു. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം മാങ്കൂട്ടത്തിലെ വളരെ വേഗത്തിൽ അവിടെ നിന്നും പറഞ്ഞയക്കുകയായിരുന്നു, വാഹനത്തിൽ കയറ്റിവിടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും രാഹുൽ ഇപ്പോൾ എവിടെയാണെന്ന് ഇപ്പോൾ ഇനി അറിയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വാഹനം ചിറ്റൂർ മേഖലയിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എവിടേക്കാകും എന്നുള്ള കാര്യത്തിൽ ഇനിയും തീർച്ചയായും ഒളിവിൽ നിന്ന് വന്ന് വോട്ട് രേഖപ്പെടുത്തി ഒളിവിലേക്ക് തന്നെയാണോ രാഹുൽ മടങ്ങിയത് എന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ഉണ്ട് എന്നതിൽ വ്യക്തതയില്ല. രാഹുലിനെ പിന്തുടരാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന വിവരമാണ് CV അനുമോദ് പങ്കുവെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ബാക്കിയുണ്ട്. 2 ഗൗരവതരമായ പരാതികൾ നമുക്ക് മുന്നിലുണ്ട്. അതിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് പറയാനുള്ളത് എന്നത് കേൾക്കണം. നമുക്കറിയാം, ആദ്യ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. പിന്നീട് ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ അതിലൂടെയാണ് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കാനുണ്ട്. ഒരു ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ 15 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾ ഞങ്ങളുടെ MLA എവിടെ എന്നറിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെയാണ് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനായി എത്തിയത്. വളരെ ചുരുക്കം സമയം മാത്രം അവിടേക്ക് വരുന്നു, വോട്ട് ചെയ്യുന്നു, തിരിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ ചെറിയ ഒരു പ്രതികരണം മാത്രം നടത്തി വാഹനത്തിൽ കയറി പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. വലിയ രാഷ്ട്രീയ കോലാഹലമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ടൈമിൽ കേരളത്തിൽ നടന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ടുന്ന സാഹചര്യം വന്നു. അതിനെ ചൊല്ലി തന്നെ പല തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഒക്കെ സാഹചര്യങ്ങൾ നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയങ്ങളിലൊക്കെ എന്താണ് പറയാനുള്ളത് എന്നത് മാധ്യമങ്ങൾക്ക് അറിയണമായിരുന്നു. മാധ്യമങ്ങൾ ചുരുക്കം സമയം മാത്രമാണ് ലഭിച്ചതെങ്കിലും നിരവധി ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉന്നയിച്ചു. പക്ഷേ ഒരു ചോദ്യത്തിന് മറുപടിയില്ല. സത്യം ജയിക്കുമെന്നും താൻ എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് എന്നും മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട കേസിൽ വന്ന വിധി രാഹുൽ മാങ്കൂട്ടത്തിന് കരുത്താണോ, കോടതിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു കിട്ടിയ സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ സേഫാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ എന്നൊരു തോന്നൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്നു. ആ ധൈര്യത്തിലാണ് 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് രാഹുലിന്റെ നീക്കം എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമുക്കൊപ്പം TG സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർ എല്ലാ വിധത്തിലുമുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. അവർക്ക് പുറത്തുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാന നിമിഷങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഉച്ചസ്ഥായിലായിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും കോൺഗ്രസിൽ 2 തട്ടിൽ മനുഷ്യരുണ്ട് എന്നത് നമുക്ക് കാണാം. നേതൃതലത്തിൽ പോലും 2 തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നവർ ഈ വിഷയത്തിലുണ്ട് എന്നതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ദിലീപിന് അനുകൂലമായ ഒരു വിധി വന്നതിന് പിറ്റേന്ന് സംഘടനയിൽ തിരിച്ചെടുക്കാൻ സംഘടനകൾ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. മുൻകൂർ ജാമ്യം എന്നത് വളരെ നിർണായകമാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ?
മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്ന അനുകൂല സാഹചര്യം കോടതിയിൽ നിന്നുണ്ടായാൽ കോൺഗ്രസിൽ ഇത് വീണ്ടും ചർച്ചയും പ്രശ്നങ്ങളുമൊക്കെ ആകുമോ? അതിന് തുടക്കമിടുകയാണോ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്? കോൺഗ്രസിൽ തർക്കമുണ്ടാവാനുള്ള കാര്യത്തിൽ സാധ്യത ഉണ്ട്. അത് തീർച്ചയായും ഇതിൻ്റെ സൂചനകളുമുണ്ട്. ഒപ്പം ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട് രേണുക. രാഹുൽ താൻ പാലക്കാട് തന്നെ തുടരുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പാലക്കാട് വോട്ട് ചെയ്ത് മടങ്ങിയ രാഹുൽ സമീപത്തെ ഒരു ചായക്കടയിലെത്തി അവിടെ ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് എത്തിക്കാനാവും. ഒപ്പം തന്നെ മാധ്യമങ്ങളോട് വിശദമായി തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. താൻ പാലക്കാട് തന്നെ ഉണ്ടാകുമെന്നതാണ് രാഹുലിൻ്റെ ആദ്യ പ്രതികരണം. അതായത് തിങ്കളാഴ്ചയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ വരേണ്ടത്. എത്തിയാൽ നിലവിലെ തീരുമാനപ്രകാരം അറസ്റ്റ് ഉണ്ടാവില്ല. ഒരുപക്ഷെ രാവിലെ മുതൽ വൈകിട്ട് വരുന്ന ചോദ്യം ചെയ്യലുണ്ടായേക്കാം. അത് പക്ഷേ അറസ്റ്റിലേക്ക് പോവില്ല എന്നതാണ്, ജയിലിലേക്ക് പോവേണ്ടി വരില്ല എന്നതാണ് രാഹുലിൻ്റെ ധൈര്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു തിരിച്ചെത്താനുള്ള ശ്രമം രാഹുൽ ആരംഭിക്കുന്നു എന്ന സൂചനകൾ രാഹുലിൻ്റെ ശരീരഭാഷയിലും നീക്കങ്ങളിലുമൊക്കെ പൊതുവിൽ കാണാനുമാകുന്നുണ്ട്. കോൺഗ്രസിൽ രാവിലെ ഉണ്ടായ ആശയക്കുഴപ്പം നമ്മൾ പറഞ്ഞു വന്നതാണല്ലോ. കോൺഗ്രസിൽ രാവിലെ ഉണ്ടായ ആശയക്കുഴപ്പങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് രാഹുലിനെതിരായ ആരോപണത്തിന് പിന്നിൽ. രാഷ്ട്രീയമുണ്ട്, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് വെൽ ഡിസൈൻഡ് വെൽ പ്ലാൻഡ് ആയ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചത്. പക്ഷേ ആ സാധ്യത പൂർണ്ണമായും തള്ളുകയാണ് VD സതീശൻ ചെയ്തത്. അതായത് രാഹുലിന് കോൺഗ്രസിൽ സ്പേസ് ഇല്ല എന്ന നിലപാട് തന്നെയാണ് VD സതീശൻ സ്വീകരിച്ചത്. അതായത് കോൺഗ്രസിൽ ആരെങ്കിലും രാഹുലിന് അനുകൂലമായ നിലപാടെടുക്കാൻ ഇനിയും ശ്രമിച്ചാൽ അവർക്കുള്ള മറുപടിയായി തന്നെയാണ് VD സതീശൻ അത് നിലപാടെടുത്തത്. അതിനർത്ഥം ഇങ്ങനെയാണ്, ഇനി കോടതിയിൽ നിന്നും ഒരുപക്ഷെ അനുകൂല തീരുമാനമുണ്ടായാലും സമീപഭാവിയിൽ കോൺഗ്രസിനും UDFനും ഒപ്പം രാഹുലിനെ ചേർക്കില്ല എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് രാഹുലിൻ്റെ മടങ്ങിയെത്ത് രാഹുലിൻ്റെ പ്രഖ്യാപനവും നീക്കവുമായി മാത്രം ഒതുങ്ങാനാണ് സാധ്യത. മറിച്ച് കോൺഗ്രസ് പാർട്ടി അത് ഔദ്യോഗികമായി ഏറ്റെടുക്കാനുള്ള ഒരു സാധ്യതയും കാണാനാവില്ല. പക്ഷേ കോടതിയിൽ നിന്ന് കിട്ടിയ ധൈര്യം അതാണിപ്പോൾ രാഹുലിൻ്റെ ഈ നീക്കങ്ങൾക്ക് കാരണം. രാഹുൽ വരും ദിവസങ്ങളിലും പാലക്കാട് ഉണ്ടാകുമെന്ന പ്രഖ്യാപനം മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെ രാഹുലിൻ്റെ നീക്കമെന്ത്, പാലക്കാട് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെന്ത്, ഇതിനിടയിൽ ഒളിവിൽ എവിടെയാണ് കഴിഞ്ഞതെന്ന കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്താൻ രാഹുൽ തയ്യാറാകുമോ എന്നതും പ്രസക്തമാണ്. വോട്ട് ചെയ്ത ശേഷം പാലക്കാട് ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന സൂചന? പാലക്കാട് താൻ തുടരും എന്ന പ്രതികരണം മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നു. പാലക്കാട് തന്നെ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. എല്ലാം കോടതിക്ക് മുന്നിലുണ്ട്, എനിക്ക് പറയാനുള്ളത് കോടതിക്ക് മുന്നിൽ പറയും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തായാലും നിയമ പോരാട്ടം തുടർന്നുകൊണ്ട് പാലക്കാട് തുടരാനുള്ള ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂക്കി വിളിച്ചാണ് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിലേക്ക് അവിടെ നിന്നും പ്രവർത്തകർ കടത്തിവിട്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് ഒളിയിടത്തിലേക്കല്ല പോയിരിക്കുന്നത്, ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്. അവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പാലക്കാട് തന്നെ തുടരും എന്ന്